അടുത്ത ഭാഗമാണ് അല്ലെങ്കിൽ അടുത്ത കഥയാണ് RMF ഈസ് ഫ്ലൈയിങ്. യെസ്, RMF ഇപ്പോൾ പറന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവം എന്ന് പറഞ്ഞുതരാം. നമ്മൾ കാണാൻ പോകുന്ന ഈ കഥയിലും മുമ്പത്തെ കഥയിൽ അഭിനയിച്ച അവരൊക്കെ തന്നെയാണ് അഭിനയിക്കുന്നത്. നമ്മുടെ എമ്മ സ്റ്റോണും വില്യം ഡെഫോയും അവരൊക്കെ തന്നെയാണ്. ബട്ട് ഈ പ്രധാനപ്പെട്ട ആക്ടേഴ്സിൻ്റെയൊക്കെ ക്യാരക്ടേഴ്സ് ഡിഫറൻ്റ് ആണ്. അവിടുത്തെ ക്യാരക്ടർ അല്ല ഇവിടെ. ജെസ്സിയൊക്കെ ആ ചെയ്ത റോളുമായിട്ട് ഈ റോൾ കമ്പയർ ചെയ്യരുത്. ഈ സിനിമയിലെ 3 കഥയിലും ഒരേ റോൾ തന്നെ ചെയ്യുന്ന ഒരു വ്യക്തി RMF മാത്രമാണ്. അങ്ങനെ 3 കഥയിലും RMF തന്നെയാണ്. ബാക്കി എല്ലാവരും മാറിക്കൊണ്ടേയിരിക്കും. ഇവിടെ നമ്മുടെ കഥയിലെ പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ഇദ്ദേഹത്തിന് മാത്രമല്ല ഇവിടെ കാണുന്ന ഈ പൂച്ചയ്ക്ക് വരെ റോളുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് വരാം. ഇദ്ദേഹത്തിൻ്റെ പേര് ഡാനിയൽ. ആളൊരു പോലീസുകാരനാണ്. ആൾ രാവിലെ ജോലിക്ക് പോകാൻ തുടങ്ങുമ്പോൾ ആളുടെ ഭാര്യ ലിസിൻ്റെ ലോക്കറ്റ് എടുത്ത് ഇങ്ങനെ വിഷമത്തോടെ അതിൽ നോക്കുന്നതൊക്കെ കാണാം. എന്തുകൊണ്ടെന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ലിസിനെ കാണാനില്ല. അവൾ മിസ്സിംഗ് ആണ്. അവൾ ജോലിയുടെ ഭാഗമായിട്ട് കടലിൽ പോയിരുന്നു. അവിടെ വെച്ചുണ്ടായ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ലിസ് ഉൾപ്പെടെ ആ ക്രൂവിലുണ്ടായിരുന്ന ആരുമായും പിന്നെ കോൺടാക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവരൊക്കെ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ, അവർക്ക് എന്ത് അപകടമാണ് പറ്റിയത് ഒന്നും വ്യക്തമല്ല. ഭാര്യയെ കാണാതായ അന്ന് മുതൽ ഡാനിയൽ വല്ലാത്തൊരവസ്ഥയിലാണ്. ഡാനിയലിൻ്റെ ഉറ്റ സുഹൃത്താണ് നീൽ എന്ന ഈ പോലീസുകാരൻ. ഇദ്ദേഹവും ഇദ്ദേഹത്തെ കൊണ്ട് പറ്റുന്ന പോലെ ഡാനിയലിനെ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഭാര്യയെ നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തിലെ മാറ്റം പ്രകടമാണ്. ഇപ്പോഴും ഇദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെ ആ ക്രൂവിലുണ്ടായിരുന്ന എല്ലാവർക്കും വേണ്ടി തിരച്ചിൽ നടത്തുന്നുണ്ട്. അവരിപ്പോഴും ജീവനോടെ ഉണ്ടെങ്കിൽ എത്രയും വേഗം അവരെ കണ്ടെത്തി അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഡാനിയലും നീലും ഒക്കെ. അന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ നീലും അദ്ദേഹത്തിന്റെ ഭാര്യയും ഡാനിയലിന്റെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. നേരത്തെ തൊട്ടേ ഉള്ള ശീലമാണ്. ഫ്രണ്ട്സ് ഇങ്ങനെ വീടുകളിൽ ഒത്തുകൂടാറുണ്ട്. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡാനിയലും നീലും. ലിസ് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഡാനിയലും നിസും നീലും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒക്കെ ഒരുമിച്ച് ഇവരുടെ വീട്ടിൽ വന്ന് ഡിന്നർ കഴിക്കാറുണ്ടായിരുന്നു. ഡിന്നറിന് ശേഷം പലതരങ്ങളിലുള്ള ബന്ധങ്ങളിലേക്കൊക്കെ അവർ പോകാറുണ്ടായിരുന്നു. ഇത് ഇവർക്കൊരു ശീലമായിരുന്നു. ഒരുപാട് നാളായിട്ടുള്ള പരിചയമാണ്. ഇങ്ങനെയൊക്കെയാണ് അവർ കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഗൈസ്, ബാക്കിയുള്ള കഥ കേൾക്കുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർ മാത്രം കേൾക്കാൻ ശ്രമിക്കുക. കൂടാതെ പൊതുസ്ഥലങ്ങളിൽ വല്ലതും ഇരുന്ന് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോസ് ചെയ്തു. അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടൊരു ഹെഡ്സെറ്റ് സംഘടിപ്പിച്ചു വെച്ചോ. അതല്ലെങ്കിൽ അടി കിട്ടാതെ വല്ല ഹെൽമെറ്റും സംഘടിപ്പിച്ചു വെച്ചോ. കഥയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഇവരുടെ കൂടെ ലിസ് ഇല്ല. ബാക്കി 3 ആളും ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ നീലിന്റെ ഭാര്യ, ഇവളുടെ പേര് മാർത്ത എന്നാണ്. മാർത്ത ലിസിനെ പറ്റി കുറേ സംസാരിക്കുന്നുണ്ട്. ലിസ് ഉണ്ടാക്കുന്ന ഫുഡിനെ പറ്റിയൊക്കെ പ്രത്യേകം എടുത്ത് സംസാരിക്കുന്നുണ്ട്. ഇന്നത്തെ ഫുഡ് അത്ര പോരെയല്ലേ, ലിസ് ഉണ്ടാക്കുന്നതിന് അത്രയും നന്നായിട്ട് എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല. എത്രയും വേഗം ലിസിനെ അവർ കണ്ടെത്തട്ടെ. അവൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല ഫുഡ് കഴിക്കാമല്ലോ. ഇങ്ങനെയൊക്കെ ലിസ് തിരിച്ചു വരുമെന്ന ആ ഒരു പ്രതീക്ഷയോടെ ഇവൾ സംസാരിക്കുന്നുണ്ട്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മുടെ ഡാനിയൽ, ഗൈസ് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ. വീഡിയോയോ? ഡാനിയൽ, നീ ഇപ്പം അത്ര നന്നായിട്ടല്ല ചിന്തിക്കുന്നതെന്ന് തോന്നുന്നു. അത് വേണ്ട. കമോൺ നീൽ, പ്ലീസ്, എനിക്കിപ്പോൾ ആ വീഡിയോ ഒന്ന് കാണണം. ഒറ്റയ്ക്കല്ല, നമുക്ക് 3 പേർക്ക് ഒരുമിച്ച് കാണണം. പ്ലീസ്. ഡാനിയലിന് ഏതോ ഒരു വീഡിയോ കാണണമെന്ന്. ഒരു വീഡിയോ കാണുന്ന ഇത്ര വലിയ തെറ്റാണോ? അതങ്ങ് സമ്മതിച്ചു കൊടുക്ക്. പുള്ളിക്ക് അത് ഒറ്റയ്ക്ക് കാണണ്ട, ഇവരുടെ കൂടെ ഒരുമിച്ച് കാണണമെന്ന്. ലിസിന് എന്താ സംഭവിച്ചതെന്ന് അറിയാതെ ആകെയുള്ളൊരു വിഷമത്തിലായിരുന്നു അവൻ ആ ഒരു വിഷമത്തോടെയൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവരും അങ്ങ് സമ്മതിച്ചു. സംഭവം അത് തന്നെ. എന്താ ഇവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 4 പേരും ഒരുമിച്ച് ഒരു മുറിയിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അത്രേ. അതും മാറി മാറി ചെയ്യുമായിരുന്നു. പാർട്ട്നേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തേ. കൈൻഡ് ഓഫ് ചില ആളുകൾക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഫാൻറ്റസീസ് അത് ഇതൊക്കെ ഉണ്ടാവുമല്ലോ. ഇവിടെ ഈ കേസിൽ ഇവർക്ക് 4 പേർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള റിലേഷനൊക്കെ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുമിച്ചിരുന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ ഡാനിയലിന് എന്തോ സന്തോഷം കിട്ടി. കുറച്ച് സമയം കഴിഞ്ഞു നീലും മാർത്തയും തിരികെ പോയി. രാത്രി നമ്മുടെ ഡാനിയൽ കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിന്റെ ഫോൺ കോൾ വരുന്നുണ്ട്. അതിൽ പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഭാര്യ ലിസിനെ കണ്ടെത്തി, അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട്, അവളെ അവർ രക്ഷപ്പെടുത്തി തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്. തുടർന്ന് തൊട്ടടുത്ത ദിവസം അടുത്ത പകൽ അവളെ സ്വീകരിക്കാൻ തയ്യാറായി ഇദ്ദേഹം ചെന്നു. ഹെലികോപ്റ്ററിൽ അവർ ലിസിനെ കൊണ്ടുവരുന്നുണ്ട്. അവിടുന്ന് രക്ഷപ്പെടുത്താൻ പറ്റിയ പരമാവധി ആളുകളെയും രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നുണ്ട്. ഈ ഹെലികോപ്റ്റർ ഓടിക്കുന്ന വ്യക്തിയെ നോക്കിയേ, ഇദ്ദേഹമാണ് RMF. കഴിഞ്ഞ കഥയിലെ അതേ RMF തന്നെ. പുള്ളിക്കാരൻ ഇവിടെ പറക്കുമല്ലേ. അതാണ് RMF ഈസ് ഫ്ലൈയിങ് എന്നിതിന്റെ പേര് വരാൻ കാരണം. ലിസിനെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. നമ്മുടെ ഡാനിയലും ലിസിന്റെ അച്ഛനും കൂടെയാണ് അവളെ കാണാൻ ചെല്ലുന്നത്. ഇവിടെ നമ്മുടെ വില്യം ഡെഫോ ആണ് ലിസിന്റെ അച്ഛനായിട്ട് വരുന്നത്. വീണ്ടും ലിസിനെ കാണാൻ പറ്റിയപ്പോൾ ഇവരെയൊക്കെ വീണ്ടും കാണാൻ പറ്റിയപ്പോൾ അവൾക്കും ഒത്തിരി സന്തോഷം. ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ റൂമിൽ നിൽക്കുന്ന സമയത്താണ് അവിടെ ലിസിനെ കിടത്തിരിക്കുന്നതിന്റെ തൊട്ടടുത്തായിട്ടുള്ള ടേബിളിൽ അവളുടെ ആ ഒരു ചെറിയ ലോക്കറ്റ്, ചെറിയ ചെയിൻ നമ്മുടെ ഹീറോ കാണുന്നത്. ഡാനിയൽ. പുള്ളിക്കാരന്റെ കയ്യിലും ഇതേപോലെ ഒരു ചെയിൻ ഉണ്ട്. ലിസിന്റെ പേര് എഴുതിയ ഒരു ലോക്കറ്റ് ഉണ്ട്. ഇത് കണ്ടതും പുള്ളിക്ക് അങ്ങ് സംശയമാവുകയാണ്. കാരണം ഓൾറെഡി ഒരു ലോക്കറ്റ് ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അതുകൂടാതെ ഇപ്പോൾ അവിടെ വേറൊന്നും ഇരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യ ലിസിനാകെ ഒരൊറ്റ ലോക്കറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ഇവിടെ 2 എണ്ണം വന്നേ. ഇതോടുകൂടി ഇദ്ദേഹത്തിന്റെ മനസ്സിൽ കുറേ സംശയങ്ങൾ തോന്നുവാണ്. അതായത് തിരിച്ചു വന്നിരിക്കുന്നത് തന്റെ ഭാര്യ തന്നെയാണോ, ഈ വന്നിരിക്കുന്നത് ലിസ് തന്നെയാണോ എന്ന് ഇദ്ദേഹം സംശയിക്കാൻ തുടങ്ങി. ലിസിനൊക്കെ ഉണ്ടായ അപകടത്തിൽ നിന്ന് ആ റിസർച്ച് ക്രൂവിലുണ്ടായിരുന്ന 2 ആളുകളെ മാത്രമാണ് ഇവർക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ സാധിച്ചത്. അതിലൊരാൾ നമ്മുടെ ലിസ്, മറ്റൊരാൾ ജൊനാഥന്റെ ഭാര്യയുടെ പേര് ഷാരൺ. പുള്ളിക്കാരോട് നമ്മുടെ ഹീറോ സംസാരിക്കുന്നുണ്ട്. ജൊനാഥന്റെ കാലിന് സാരമായ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ കാല് മുറിച്ച് മാറ്റേണ്ടി വന്നേക്കാം, എന്നേക്കുമായി അദ്ദേഹത്തിന് കാല് നഷ്ടപ്പെട്ടേക്കാം എന്നൊക്കെയാണ് ഡോക്ടർമാർ പറയുന്നതെന്ന് ഷാരൺ പറഞ്ഞ് ഇവനോട് ആ ഒരു വിഷമത്തിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഷാരൺ എന്ത് തരത്തിലുള്ള ആവശ്യമുണ്ടെങ്കിലും, എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിലും, എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുകയാണെന്നുണ്ടെങ്കിലും, സംശയങ്ങൾ തോന്നുകയാണെന്നുണ്ടെങ്കിലും തന്നെ അറിയിക്കാൻ മടിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഡാനിയൽ വീട്ടിലേക്ക് പോകുന്നത്. ലിസിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് മാറ്റുവാണേ. മാത്രമല്ല ഇവന് ഒരുപാട് സംശയങ്ങളുണ്ട്. ആ 2 ലോക്കറ്റ് കണ്ടപ്പോൾ തന്നെ ഇവൻ എന്തൊക്കെയോ സംശയങ്ങൾ അവന്റെ മനസ്സിൽ തോന്നിയിരുന്നു. ഇനിയിപ്പോൾ ജോനത്തിന്റെ കാര്യത്തിലും ഷാരൺ എന്തെങ്കിലും സംശയം തോന്നിയിരുന്നോ എന്നറിയാനാണ് പുള്ളിക്കാരോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്. ഇവിടെ വീട്ടിൽ തിരിച്ചെത്തിയ ലിസിനെ അവളുടെ പൂച്ച മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. മുമ്പൊക്കെ ഇവളെ ഒത്തിരി ഇഷ്ടമുള്ള പൂച്ചയായിരുന്നു.
ആയിരുന്നു. ഇപ്പം അതൊരുമാതിരി നമ്മുടെ ലിസിനെ ആദ്യമായിട്ട് കാണുന്ന പോലെ ഒരുമാതിരി വിയേർഡായിട്ട് പെരുമാറുന്നു. കൂടാതെ ചോക്ലേറ്റ് കഴിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലാത്ത ലിസ് ദേ ഇപ്പോൾ അവിടെ ഇരുന്ന് ഒരു ഫുൾ പാക്കറ്റ് ചോക്ലേറ്റ് മൊത്തം എടുത്ത് കഴിക്കുന്നുണ്ട്. മാത്രമല്ല കുറച്ച് നാൾ അപകടത്തിൽപ്പെട്ട് പ്രോപ്പറായി ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്ത ഒരുമാതിരി അവസ്ഥയിലുണ്ടായിരുന്ന ലിസ് തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ട് മുമ്പത്തേക്കാളും അവൾ ക്ഷീണിച്ചിട്ടുണ്ടാവണം. ഇവിടെ ഇപ്പോൾ അവൾ ക്ഷീണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു വലിയ ചോദ്യമാണ്. അവൾ പഴയ പോലെ തന്നെയാണ് ഇപ്പോഴും എന്നാണ് ഇവൻ കരുതുന്നത്. മാത്രമല്ല അവളുടെ ഷൂസ് ഇടാൻ നോക്കുമ്പോൾ അത് ഭയങ്കര ടൈറ്റാണ്. അവൾക്ക് പ്രോപ്പറായിട്ട് അത് വിയർ ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു വിധത്തിൽ പിടിച്ച് കയറ്റി വലിച്ചാണ് കാലിൽ സെറ്റാക്കുന്നത്. ഇതും കൂടെ കണ്ടതോടെ തിരിച്ചു വന്നിരിക്കുന്നത് തൻ്റെ ലിസ് അല്ല, തൻ്റെ ലിസിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഈ തിരിച്ചു വന്നിരിക്കുന്നത് മറ്റെന്തോ ഒരു സംഭവമാണെന്ന് ഡാനിയൽ അങ്ങ് ഉറപ്പിക്കുവാണ്. അന്ന് രാത്രിയും നീലും മാർത്തയും ഇവരുടെ വീട്ടിൽ ഡിന്നർ കഴിക്കാൻ വരുന്നുണ്ട്. ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞ് അപ്പോൾ എങ്ങനാ നമുക്ക് നേരെ ബെഡ്റൂമിലോട്ട് പോയാലോ എന്ന് ലിസ് ചോദിക്കുമ്പോൾ അത് വേണ്ടെന്നാണ് ഡാനിയൽ പറയുന്നത്. പിന്നെ എങ്ങനെയാ ബെഡ്റൂമിൽ പോകാതെ ഈ ടേബിൾ വെച്ച് ചെയ്യാമെന്നോ? അതല്ല ലിസ്, ഇന്ന് നമ്മൾ അങ്ങനെയുള്ള ബന്ധങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ദെൻ നീലിനോട് രഹസ്യമായിട്ട്, നീൽ ഞാൻ പറയുന്നത് കേട്ട് നീ ഒരുമാതിരി പാനിക്കുന്നു ആവരുത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളില്ലേ, ഇവൾ എൻ്റെ ഭാര്യയല്ല, ഇവൾ ലിസ് അല്ല. എന്തോന്ന് നീ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നേ? കുടിച്ചിട്ടുണ്ടോ? ബോധമില്ലാതാണോ സംസാരിക്കുന്നേ? കുടിച്ചതൊന്നും അല്ലടാ. എടാ ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ഫേവറേറ്റ് സോങ് ഏതാ? നിനക്കറിയാം ഏതാ പറ. അത് നിന്റെ ഫേവറേറ്റ് സോങ് ഹോളിഡേ അല്ലേ? യെസ്, എന്നെ അടുത്തറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണിത്. അവൾക്കും അറിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം എൻ്റെ ഫേവറേറ്റ് സോങ് ഇടാൻ പറഞ്ഞപ്പോൾ അവൾ ഏത് പാട്ടാണ് ഇട്ടെന്നറിയോ? ഹോളിഡേ ഇടേണ്ടതിന് പകരം അവൾ വേറൊരു പാട്ടിട്ടു. എനിക്ക് ആ പാട്ടും ഇഷ്ടമാണ്. പക്ഷേ ഇതുവരെ എൻ്റെ ഫേവറേറ്റ് സോങ് ഇടാൻ പറയുമ്പോൾ ഹോളിഡേ മാത്രം ഇട്ടിട്ടുള്ള അവൾ എന്തുകൊണ്ടാണ് പാട്ട് മാറ്റിയിട്ടെ? അത് മാത്രമല്ല ഇവിടുത്തെ പൂച്ച ഇപ്പോൾ അവളെ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. ചോക്ലേറ്റ്സ് കഴിക്കുകയും ചെയ്യാത്ത അവൾ ആർത്തിയോടെ ചോക്ലേറ്റ്സ് മൊത്തം കഴിച്ചു തീർത്തു. അതൊരു ഹോൾ പാക്കറ്റ് മുഴുവൻ. പിന്നെ ലിസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഷൂസ് പോലും ഇവളുടെ കാലിൽ ഫിറ്റ് ആവുന്നില്ല. ഞാൻ പറയുന്നത് വിശ്വസിക്കുക, ഇവള് ലിസ് അല്ല, ഇവള് മറ്റെന്തോ സംഭവമാണ്. ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലിസ് അങ്ങോട്ട് വരും. ഉടനെ നീല് അത് പിന്നെ ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സമയമായി, ഞങ്ങൾ പോയേക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹവും മാർത്തിയും തിരികെ പോയി. അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഡാനിയൽ ജോലിക്ക് പോകാൻ വേണ്ടി അവൻ്റെ യൂണിഫോം ഒക്കെ ഇട്ട് റെഡി ആവുന്ന സമയത്ത് ലിസ് അദ്ദേഹത്തിന്റെ യൂണിഫോം തന്നെ ഊരി മാറ്റി അദ്ദേഹത്തെ സെക്സ് ചെയ്യാൻ വിളിക്കുവാണ്. ലിസ് എന്താ ഇത്? എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി. ജോലി? ഇന്ന് ജോലിക്ക് പോകണ്ടെന്ന് വെക്കണം. ഞാൻ ആ കാട്ടിൽ ഒറ്റപ്പെട്ടു പോയപ്പോൾ എൻ്റെ അവസ്ഥ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല. അന്ന് നല്ല ഫുഡ് കഴിക്കാൻ പറ്റാതോ ജോലി ചെയ്യാൻ പറ്റാതോ ഞങ്ങൾ പോയ റിസർച്ചിനെ പറ്റിയോ ഈവൻ എൻ്റെ അച്ഛനെ പറ്റി പോലും അല്ല ഞാൻ ചിന്തിച്ചത്. ഞാൻ ആകെ മിസ് ചെയ്ത ഒരു കാര്യം നീയാണ്. പ്രത്യേകിച്ച് നിന്റെ ദാറ്റ് തിങ് ആണ്. ഈ യൂണിഫോം സാധനങ്ങളെല്ലാം ഒരുക്കളാ, കമ്മോൺ ഭാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് അവൾ വിളിക്കും. ഡാനിയൽ പിന്നെയും ഒരു താല്പര്യമില്ലാതെ നിൽക്കുമ്പോൾ അവൻ്റെ ലാത്തി എടുത്ത് അവനിട്ട് നല്ലൊരു അടി കൊടുത്തിട്ട് അവൾ അതിങ്ങനെ പിടിച്ച് അവളുടെ വായിൽ ഇങ്ങനെ വെക്കും. യുനോ അത് തന്നെ. പക്ഷേ അവനെ അടിച്ചത് ശരിക്കും ഒരു അടിയായി പോയി. നല്ലൊരു അടിയാണ് കൊടുത്തത്. വി നോ ദേ ആർ വിയേർഡ്, കുറച്ച് വിയേർഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവളിപ്പോൾ ഇവനെ അടിച്ചതൊക്കെ കാണുമ്പോൾ ഒരുപക്ഷെ എല്ലാ തരത്തിലുള്ള ആക്സ് ഇവർ ചെയ്യുന്നുണ്ടാവാം. ഉടൻ ഡാനിയൽ ലാത്തി പിടിച്ച് വാങ്ങി അവിടുന്ന് മാറിപ്പോകും. ശേഷം നമ്മൾ കാണുന്നത് നമ്മുടെ ലിസിന് ഒരു അവാർഡ് കൊടുക്കുന്നതാണ്. ഒരു ഇവന്റ് സംഘടിപ്പിച്ച് ഇവളെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന ഹെലികോപ്റ്റർ പൈലറ്റ് ഇല്ലേ, RMF, ആ പുള്ളിക്കാരൻ തന്നെ ഇവൾക്കൊരു അവാർഡ് കൊടുക്കുന്നു. സംഭവം വേറൊന്നുമല്ല, അവിടുന്ന് രക്ഷപ്പെട്ട് വന്നതിന്റെ ഭാഗമായിട്ടൊരു മെമന്റോ സമ്മാനിക്കുന്നു, അത്ര തന്നെ. അവിടെയും ഒട്ടും സന്തോഷമില്ലാത്ത പോലെ തന്നെയാണ് നമ്മുടെ ഡാനിയൽ നിൽക്കുന്നത്. ശേഷം ലിസിന്റെ കൂടെ അവിടുന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന ജോനത്തൻ എന്ന വ്യക്തി അദ്ദേഹത്തെ കാണാനായിട്ട് ഇവരെല്ലാം ഹോസ്പിറ്റലിൽ ചെല്ലുന്നുണ്ട്. ജോനത്തൻ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഡോക്ടർമാർ വിധി എഴുതി. അവിടെ വെച്ച് നമ്മുടെ ഡാനിയൽ ജോനത്തന്റെ ഭാര്യ ഷാരനോട് പേഴ്സണലായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇവന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ഇവൻ വെട്ടി തുറന്നു പറഞ്ഞു. അതായത് ഇവന്റെ ഭാര്യ അത് റിയൽ ഇവന്റെ ഭാര്യയല്ല, അത് ലിസ് അല്ല. ജോനത്തന്റെ കാര്യത്തിൽ ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. നീ അങ്ങേരുടെ ഷൂസ് കൊണ്ട് അങ്ങേരെ ഒന്ന് ഇടിപ്പിക്കാൻ നോക്ക്. അയാളുടെ കാല് വലുതായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിന്റെ മക്കളും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിള്ളേരോട് പറയണം ആ മരിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ഒറിജിനൽ അച്ഛനൊന്നും അല്ലെന്ന്. ഇതിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നേ. തിരിച്ചു വന്നിരിക്കുന്നത് ഒറിജിനൽ ലിസ് അല്ല, ഒറിജിനൽ ജോനത്തനും അല്ല. ഇപ്പോൾ അവർ രണ്ടുപേരും നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെന്തോ ടൈപ്പ് ഓഫ് ജീവികളാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തോ ടൈപ്പ് ഓഫ് ജീവികൾ. ഇതൊക്കെ കേൾക്കുന്ന ഷാരോന്റെ അവസ്ഥയെ ഇവൻ എന്തൊക്കെയോ ഇങ്ങനെ വിളിച്ച് പറയുന്നു. പുള്ളിക്കാരി ആവട്ടെ ആ ഒരു രീതി തന്നെ ഇവനിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇവന് ഭ്രാന്തായതാണെന്നുള്ള മട്ടിലാണ് പുള്ളിക്കാരുടെ നോട്ടം. ഇവന്റെ ചെപ്പക്കുറ്റി തീർത്തൊരെണ്ണം കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചു. ജോനത്തൻ പിള്ളേരുടെ അച്ഛനല്ല, ഇവളുടെ ഭർത്താവല്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തുകൊണ്ടോ പുള്ളിക്കാരി സ്വയം കൺട്രോൾ ചെയ്ത് നിന്നു. ദെൻ ഡാനിയൽ നേരെ ബാങ്കിൽ ചെന്ന് ഇദ്ദേഹത്തിന്റെയും ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെയും പേരിലുള്ള ജോയിന്റ് അക്കൗണ്ടിലെ പണം മുഴുവൻ ഇദ്ദേഹത്തിന്റെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് മാറ്റുവാണ്. ശേഷം അന്ന് രാത്രി ഡാനിയൽ ആവട്ടെ ലിസ് അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്ത ഫുഡ് ഒന്നും കഴിക്കുന്നില്ല, ആഹാരമേ കഴിക്കുന്നില്ല. ഇവൻ ഒട്ടും വിശപ്പില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അവൾ കുറെ നിർബന്ധിക്കുന്നുണ്ട്. ഇവൻ കഴിക്കുന്ന ലക്ഷണമില്ല. അറ്റ് ദ സെയിം ടൈം ഇവനൊരു ഫോൺ കോൾ വരുന്നുണ്ട്. ഫോൺ എടുത്തപ്പോൾ അപ്പുറത്തെ സൈഡിൽ എന്തോ ഞരങ്ങുകയും മൂളുകയും ചെയ്യുന്ന ശബ്ദം മാത്രം. പെട്ടെന്ന് ഇവൻ ചിന്തിക്കുന്നത് അത് വിളിച്ചിരിക്കുന്നത് തന്റെ ലിസ് ആണെങ്കിലോ ഒറിജിനൽ ലിസ് ആണെങ്കിലോ എന്നാണ്. അതായത് ഇപ്പോൾ ഇവൻ ചിന്തിക്കുന്നത് ഒറിജിനൽ ലിസിനെ ഈ ഫേക്ക് ലിസ് എവിടെയോ പൂട്ടിയിട്ടിട്ട് വന്നിരിക്കുകയാണ്, ഒറിജിനൽ ലിസ് ഇപ്പോഴും എവിടെയോ ജീവനോടെ ഉണ്ടെന്നൊക്കെയാണ്. ഇങ്ങനെ ആയതോടെ തൊട്ടടുത്ത ദിവസം രാവിലെയും ഡാനിയൽ ഫുഡ് കഴിക്കാൻ തയ്യാറാവുന്നില്ല. നമ്മുടെ ലിസ് ഫുഡ് എടുത്ത് അവന്റെ വായിൽ വെച്ച് കൊടുത്തിട്ടും അവൻ കഴിക്കുന്നില്ല. ഇപ്പോൾ ഡാനിയലിന്റെ ഫോണും കാണാനില്ലെന്ന്. പുള്ളിക്കാരൻ നീ എൻ്റെ ഫോൺ എടുത്തവിടെ മാറ്റി വെച്ചെന്നൊക്കെ പറഞ്ഞ് ലിസിനോട് ചോദിക്കുമ്പോൾ ഞാൻ എടുത്തവിടെ വെക്കാനാണ്, ഞാൻ എൻ്റെ ഫോൺ കണ്ടിട്ട് പോലും ഇല്ല, നീ ആ കൗച്ചിൽ വല്ലതും വെച്ച് മറന്നുപോയി കാണും, അവിടെയൊക്കെ പോയി നോക്ക്. പിന്നെ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഞാൻ പ്രഗ്നന്റ് ആണ്. ഇത് നിനക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് അറിയാം, ബുദ്ധിമുട്ടായിരിക്കും, എനിക്കും ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഡോക്ടർ എല്ലാ കാര്യവും എന്നോട് വിശദമായിട്ട് പറഞ്ഞു തന്നു. ഫസ്റ്റ് ടൈം നമുക്ക് കുട്ടി ഉണ്ടാവില്ല എന്നുള്ള തോന്നൽ കാരണം അങ്ങനെ പറ്റിപ്പോയതാണ്, അങ്ങനെ നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയിപ്പോയതാണ്. ഡോക്ടർ ക്ലിയർ ആയിട്ടെല്ലാം എനിക്ക് വിശദീകരിച്ച് തന്നു. എന്താ ഡാനിയൽ, നമുക്കുണ്ടാവാൻ പോകുന്ന കുഞ്ഞാണായിരിക്കോ പെണ്ണായിരിക്കോ? ഇവള് പറയുന്നതെല്ലാം കേട്ടിട്ട് ഡാനിയൽ ആവട്ടെ നീ എൻ്റെ വീട്ടിൽ നിന്ന് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോക്കോ. എന്ത് നീ എന്താ ഇപ്പോൾ പറഞ്ഞേ? നിന്നോട് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനാ പറഞ്ഞേ. ഉടനെ അവളും ഇല്ല, നീ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നതെന്നും എനിക്കറിയത്തില്ല, ഇതിപ്പോൾ എൻ്റെ വീട് കൂടിയാ, ഇനി എൻ്റെ ജീവിതം ഇവിടെയാണ്, നിന്റെ കൂടെയാണ്, ഇവിടെ തന്നെ ഞാൻ നിൽക്കും. ലിസ് അങ്ങനെ തീരുമാനം ഉറപ്പിച്ച് പറഞ്ഞതോടെ ഡാനിയൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അന്ന് രാത്രി കുറച്ച്
ഓവർ ടൈം ഇവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഡാനിയലിന്റെ കൂടെ നീലും ഒക്കെ ഉണ്ട്. ഒരു വാഹനം റെഡ് ലൈറ്റ് കണ്ടിട്ട് നിർത്താവ് പോകുന്നത് കണ്ട് ഇവരവരെ ചേസ് ചെയ്ത് പിടിച്ചു. വാഹനം ഓടിച്ചിരുന്ന ഒരു സ്ത്രീയാണ്, അവരുടെ കൂടെ വേറൊരുത്തനുണ്ട്. അവൻ വെള്ളം അടിച്ച് ബോധമില്ലാതെ ആകെ കോണ് തെറ്റിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഡാനിയൽ കാർ ഓടിച്ച സ്ത്രീയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവരോട് കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞു. അവരെന്തെങ്കിലും ഇല്ലീഗൽ പൊടിയോ മരുന്നോ വല്ലതും കടത്തുന്നുണ്ടോ, അവരുടെ അങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടോ എന്ന് പറഞ്ഞ് അവരെ ചെക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ആ പുള്ളിക്കാരുടെ കയ്യിലിരിക്കുന്ന ഫോൺ തന്റേതാണെന്ന് ഡാനിയൽ വാദിക്കാൻ തുടങ്ങി. എന്താ സംഭവം നീലിന് പോലും മനസ്സിലാവുന്നില്ല. എല്ലാം നീലും കണ്ടുകൊണ്ടിരിക്കല്ലേ, അത് ഡാനിയലിന്റെ ഫോണൊന്നുമല്ല, അത് ആ പുള്ളിക്കാരുടെ ഫോണാണ്. ഇവൻ പെട്ടെന്ന് ഇങ്ങനെ വീടായി പെരുമാറി. നിനക്ക് ലിസ് എന്ന സ്ത്രീ അറിയത്തില്ലേ, അവളല്ലേ നിനക്ക് ഫോൺ വന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി അങ്ങ് കയർത്തതോടെ ഈ സ്ത്രീയുടെ കൂടെ കാറിലുണ്ടായിരുന്ന ആ വെള്ളം അടിച്ച് ബോധം പോയി കിടക്കുന്ന അവൻ ഇറങ്ങി വന്ന് ഓരോരോ ഡയലോഗ് പറയും. അധികമൊന്നും ആലോചിക്കാതെ നമ്മുടെ ഡാനിയൽ ഗൺ എടുത്ത് അവന് നേരെ ഷൂട്ട് ചെയ്തു. അവന്റെ കയ്യിലാണ് ബുള്ളറ്റ് തറയ്ക്കുന്നത്. ഇതിപ്പോൾ എന്തെവിടെ ആക്ച്വലി സംഭവിച്ചതെന്ന് അറിയാതെ നിൽക്കവിടെ നമ്മുടെ നീല്. ഒരു കാര്യമില്ലാതെ ഡാനിയൽ ഇത് അങ്ങേറെ ഫോണെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. ഇവളുടെ കൂടെയുള്ള ആ പയ്യനെ നേരെ ഷൂട്ട് ചെയ്യുന്നു. ഡാനിയൽ മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇവൻ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണെന്ന് ഇപ്പോഴാണ് നീലും മനസ്സിലാക്കുന്നത്. ഇതൊന്നും പോരാഞ്ഞ് ആ പയ്യന്റെ കയ്യിൽ നിന്ന് ബ്ലഡ് വരുമ്പോൾ ആ ബ്ലഡ് ഡാനിയൽ നക്കുന്നവരുണ്ട്. നീല് ഡാനിയലിനെ പിടിച്ചു മാറ്റി കൂടുതൽ ഫോഴ്സിനെ വിവരം അറിയിച്ചു. ഡാനിയലിനെ ഹോസ്പിറ്റലാക്കുന്നുണ്ട്. ഇവനെ ചെക്ക് ചെയ്യുന്ന ഡോക്ടർ പറയുന്ന കാര്യം, പെട്ടെന്ന് ഡാനിയലിനുണ്ടായ ഒരു ഡില്യൂഷൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആ മൊമെന്റിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ വന്ന് അദ്ദേഹത്തിന് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റാതായി പോയി. അത് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചതിന് കാരണം. ഇപ്പം അദ്ദേഹം പെർഫെക്റ്റ്ലി ഓക്കെ ആണെന്നാണ്. ശേഷം ഡാനിയൽ തിരികെ വീട്ടിൽ ചെന്നു. ലിസുവിന് കഴിക്കാനുള്ള മെഡിസിൻസ് ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അവൾ കൊടുക്കുന്ന മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിലും ഫുഡ് മാത്രം നമ്മുടെ ആൾ കഴിക്കുന്നില്ല. ഇതിനിടെ ലിസിന്റെ അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇദ്ദേഹം നേരത്തെ തന്നെ ഡാനിയലിന്റെ സ്വഭാവത്തിലെ വ്യത്യാസം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. നേരത്തെ ഇവൾക്ക് മെമന്റോ കൊടുക്കുന്ന ആ ഒരു ചടങ്ങിൽ വെച്ച് ഡാനിയൽ അത്ര ഹാപ്പി അല്ലാതെ നിൽക്കുന്ന ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് അവനോട് അവിടെ വെച്ച് സംസാരിച്ചപ്പോഴും അവന്റെ സൈഡിൽ നിന്നുണ്ടായ റെസ്പോൺസ് അത്ര നല്ലതല്ലാത്ത രീതിയിലായിരുന്നു. ഇപ്പോൾ ഇവിടെ തന്റെ മകളെ കാണാമെന്ന് അവളെ കണ്ട് അവളോട് ഇങ്ങനെ ഡാനിയൽ അത്ര നല്ല രീതിയിലൊന്നുമല്ല പെരുമാറുന്നതെന്ന് എനിക്കറിയാം, അവൻ അത്ര നല്ലവനല്ലെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു എന്നങ്ങോട്ട് പറഞ്ഞതും ലിസ് അവളുടെ അച്ഛൻ്റെ ചെപ്പക്കുറ്റി കെട്ടൊരു ഒറ്റയടി. ലിസിന് ഡാനിയലിനെ അത്രത്തോളം ഇഷ്ടമാണ്. ഇനിയുള്ള കാലം ഡാനിയലിന്റെ കൂടെ ജീവിക്കാനാണ് അവൾ ആഗ്രഹിക്കുന്നത്. അവൾ അത് അത്രത്തോളം ആഗ്രഹിക്കുന്നുമുണ്ട്. ഇവളുടെ അച്ഛൻ പോലും ഡാനിയലിനെ എതിർത്ത് സംസാരിച്ചപ്പോൾ അങ്ങേറെ ചെപ്പക്കുറ്റി കിട്ട് അടി കൊടുത്തിട്ട് ഇനി മേലാൽ ഡാനിയലിനെ പറ്റി അങ്ങനെ സംസാരിച്ചു പോരുത്, ഡാനിയൽ ഇപ്പോൾ ഇങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിലും അവൻ മാറിക്കോളും എന്നൊക്കെയാണ് ഇവൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇവൾക്ക് വിയേഡായ ഒരു സ്വപ്നം ഉണ്ടായത്രേ. ഇവൾ ആ അയനിൽ പെട്ട് കിടക്കുന്ന സമയത്ത് അവിടെ കാര്യങ്ങളൊക്കെ തീർത്തും ഡിഫറൻ്റ് ആണ്. അതായത് അവിടെ ഡോഗ്സ് ആണ് ഇൻചാർജ് എന്ന് പറയുമ്പോൾ അവിടെ മനുഷ്യനുണ്ട്, പക്ഷേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഡോഗുകളാണ്. അതായത് ഇപ്പോൾ റിയൽ വേൾഡ് മനുഷ്യൻ എങ്ങനെയാണോ അതുപോലെയാണ് ഡോഗുകൾ. പിന്നെ ആനിമൽസിനെ പോലെയാണ് മനുഷ്യന്. ആ ഒരു ജീവിതം നന്നായിരുന്നു എന്നാണ് ഇവൾ പറയുന്നത്. ഡോഗ്സ് ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, ഇവർക്ക് കഴിക്കാനുള്ള ഫുഡ് കൊടുത്തു, ഡെയിലി ചോക്ലേറ്റ് കൊടുക്കുമായിരുന്നു. കാരണം ഡോഗ്സ് ചോക്ലേറ്റ് കഴിക്കത്തില്ലല്ലോ. ആദ്യമൊക്കെ ചോക്ലേറ്റ് കഴിക്കാൻ ഇവൾക്ക് മടിയായിരുന്നു അത്രേ. പക്ഷേ പിന്നെ വിശപ്പ് കാരണം ഇവളത് കഴിക്കാൻ പഠിച്ചു. അങ്ങനെ ചോക്ലേറ്റ് ഇവളുടെ ഫേവറേറ്റ് ഫുഡായി മാറി. ഇതിൽ നിന്നൊക്കെ ഇവൾ മനസ്സിലാക്കിയ പാഠം എന്താണെന്നാൽ ഫുഡ് അവൈലബിൾ ആയിട്ടുള്ള സമയത്ത്, ഫുഡ് ഉള്ള സമയത്ത് അത് കഴിക്കാൻ മടിക്കരുത്. എന്തെങ്കിലും അത് ഇല്ലാതാവുമ്പോൾ മാത്രമേ അതിന്റെ വില മനസ്സിലാവുന്നു. കുറച്ച് സമയം കൂടെ കഴിഞ്ഞു പോയി. ഡാനിയൽ ഇതുവരെയും ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ അവന് വിശപ്പായി തുടങ്ങിയിട്ടുണ്ട്. ഇവൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡ്, ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡൊന്നും വേണ്ട, പകരം ഇവൻ ആവശ്യപ്പെടുന്ന പോലെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ അത് കഴിക്കാമെന്നാണ് ഡാനിയൽ പറയുന്നത്. എന്താണ് അവൻ ആവശ്യപ്പെടുന്നതെന്നോ? മീറ്റ് വേണോ അത്രേ. മീറ്റ് വേണോ ചോദിക്കുന്നത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് ഇവളുടെ തള്ളവരൽ തന്നെ വെട്ടിമുറിച്ച് കറിയാക്കി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ അത് നോർമൽ അല്ല. ലിസിന് ഡാനിയലിനോട് ശരിക്കും സ്നേഹം ഉണ്ടെങ്കിൽ ഇവളുടെ കയ്യിലെ വിരൽ വെട്ടിമുറിച്ച് അവന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. ലിസ് നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ട് അവനോടുള്ള ആ ഒരു ഇഷ്ടം കാരണം, അവനോടുള്ള ആ ഒരു സ്നേഹം കാരണം അവനിപ്പോൾ ഇങ്ങനെ വിയേർഡായിട്ട് പെരുമാറുന്നുണ്ടെങ്കിലും അവളുടെ വിരൽ വെട്ടിമുറിച്ച് അവന് ഫുഡാക്കി കൊടുത്തു. കട്ട് ചെയ്താൽ അടുത്ത ദിവസം നമ്മുടെ ഡാനിയലിനെ ഇപ്പോൾ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ ഒരു ഗൺ ഫയറിംഗ് സിറ്റുവേഷന് ശേഷം ഇവനിങ്ങനെ കമ്പൾസറി ആയി ഡോക്ടറെ മീറ്റ് ചെയ്തിരിക്കണമെന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ വന്നപ്പോൾ ഡോക്ടറിനോട് പറയുന്നതാവട്ടെ, ഡോക്ടർ എൻ്റെ ഭാര്യയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്, അവൾ ഇന്നലെ അവളുടെ തള്ള വിരൽ വെട്ടിമുറിച്ച് എനിക്ക് കഴിക്കാനുണ്ടാക്കി തന്നേ. ഞാനങ്ങ് വല്ലാണ്ടായിപ്പോയി. ഇവൾ എന്തെങ്കിലും ചെയ്തെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്കത് എങ്ങനെ കഴിക്കാൻ പറ്റും? അത് പൂച്ച കഴിച്ചു. മാത്രമല്ല ഡോക്ടർ, അവൾ ഒരുമാതിരി വിയേർഡായിട്ടാണ് ഇന്നും പെരുമാറുന്നത്. ഇന്നിപ്പോൾ രാവിലെ ഞാൻ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നപ്പോൾ നോക്കിയപ്പം അവളുടെ കൈ ഉപയോഗിച്ച് അവളുടെ മുഖത്തടിക്കുന്നു, വയറിനടിക്കുന്നു. എന്തുകൊണ്ട് അവൾ അങ്ങനെ ചെയ്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്വയം അവളെ ഉപദ്രവിക്കുകയാണ്. എന്തുകൊണ്ട് അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എനിക്ക് അറിയില്ല ഡോക്ടർ. ഇനിയിപ്പോൾ അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവൾ എന്നെ ഉപദ്രവിക്കൂ. ഡോക്ടറിനും ഇതൊക്കെ കേട്ടിട്ട് എവിടോ ഒരു പ്രശ്നമുണ്ട്. ഇവനാണോ അവൾക്കാണോ പ്രശ്നമൊന്നും മനസ്സിലാവാതെ ഡാനിയൽ, നീ തൽക്കാലം നന്നായിട്ട് ഫുഡ് കഴിക്കുക, നന്നായിട്ട് ഉറങ്ങ്, നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കാം എന്നുള്ള രീതിയിൽ സംസാരിച്ചു. ആൻഡ് നമ്മുടെ ലിസ് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. പുള്ളിക്കാരുടെ മുഖത്തൊക്കെ ആ പാടുകൾ കാണാം. ഈ പാടുകൾ ഇവൾ തന്നെ ഇവളുടെ മുഖത്ത് ഇടിച്ചുണ്ടാക്കിയതാണെന്നാണ് ഡാനിയൽ പറഞ്ഞത്. പക്ഷേ അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല. ഒരു പക്ഷേ ഡാനിയൽ ഇവളെ ഉപദ്രവിച്ചിട്ടുണ്ടാവാം. എന്ത് തന്നെയാണെങ്കിലും ഇവളുടെ പ്രഗ്നൻസിയുടെ ഭാഗമായിട്ടുള്ള ഒരു ടെസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ഇവൾ ഹോസ്പിറ്റലിൽ വന്നത്. ഡോക്ടേഴ്സ് ഇവളുടെ മുഖത്തുള്ള പാടുകളൊക്കെ കാണുമ്പോൾ അതിനെപ്പറ്റി ചോദിക്കാതിരിക്കത്തില്ലല്ലോ. എന്താ സംഭവിച്ചതെന്ന് ഡോക്ടേഴ്സും ആരോടും പറയില്ലെന്ന് ഉറപ്പ് പറഞ്ഞതോടെ ഇവൾ സത്യം എന്താണെന്ന് പറയുവാണ്. അതായത് ഡാനിയൽ ഇവളെ അടിച്ചതാണ്. പക്ഷേ ഇത് ഡാനിയലിന്റെ മിസ്റ്റേക്ക് അല്ല ഡോക്ടർ. ഞാൻ അവനോട് എതിർത്ത് സംസാരിച്ചു. അവൻ ഒന്നാമതേ മെഡിക്കേഷനിലാണ്. അതിൻ്റേതായിട്ടുള്ള ടെൻഷൻസ്, പിൽസ്, അത് ഇത്, അതിൻ്റെ കൂടെ ഞാനും കൂടെ അങ്ങനെ സംസാരിച്ചപ്പോൾ അവൻ്റെ കൺട്രോൾ വിട്ടു പോയതാ. എനിക്ക് പരാതിയൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല, ഇനി ഇങ്ങനെ ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. വല്ലാത്തൊരു അടിമക്കാണ് ആറ്റിറ്റ്യൂഡ് അല്ലേ. ദെൻ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങി ഇവളുടെ അച്ഛനെ കോൺടാക്ട് ചെയ്ത് കുറച്ച് ദിവസത്തേക്ക് താനും ഡാനിയലും ഒരു ട്രിപ്പ് പോകാണെന്ന് പറഞ്ഞു. ഇവളുടെ വിരൽ തന്നെ അവന് വേണ്ടി മുറിച്ച് കൊടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ അവസ്ഥയിൽ എങ്ങാനും അദ്ദേഹം ഇങ്ങോട്ട് വന്നൊരു ഇഷ്യൂ ഉണ്ടാവണ്ട എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഇത്രയൊക്കെ ഡാനിയലിന് വേണ്ടി ചെയ്തു കൊടുത്തു. ഇനിയെങ്കിലും അവൻ നോർമലായി എല്ലാം പഴയ പോലെ ആകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവള്. എന്നാൽ ഡാനിയൽ ഇപ്പോഴും വിചാരിക്കുന്നത് തൻ്റെ മുന്നിലുള്ളത് അല്ലെങ്കിൽ തൻ്റെ കൂടെയുള്ളത് തൻ്റെ ലിസ് അല്ലെന്നാണ്. ലിസിനെ പിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഡാനിയൽ ഇതേ അടുത്ത ഫുഡ് ഐറ്റം കൊണ്ടുവന്നു. അവൻ ഇവളുടെ കരൾ വേണമെന്ന്. നിനക്കറിയില്ലേ ലിസ്, നീ എനിക്ക് വേണ്ടി നിന്റെ കരൾ തരത്തില്ലേ? കരൾ ഒരുപാട് അയണൊക്കെ ഉള്ളതാണ്.
ആണ്, ശരീരത്തിന് നല്ലതാണ്. പ്ലീസ് ലിസ്, നിന്റെ കരൾ നീ എനിക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി തരൂലേ? ലിസ് ഒരു മരപ്പാരാണെന്ന് ഇതിനോട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അവൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമല്ലോ. ശരീരം കുത്തി കീറി എങ്ങനെയൊക്കെയോ അവൾ കരൾ പുറത്തെടുത്തു. കരൾ തറയിൽ കിടപ്പുണ്ട്, കുറേ ബ്ലഡും കിടപ്പുണ്ട്. അവളും ഡെഡായി. അവളിങ്ങനെ മരിച്ചു കിടക്കുന്നിടത്തൂടെ കൊല്ലപ്പെട്ട് കിടക്കുന്നിടത്തൂടെ ഇവൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ ആരോ വാതിലിൽ നോക്കിയിരുന്നു. ഡോർ തുറന്നപ്പോൾ ദേ ലിസ്, ഇവന്റെ ഭാര്യ ലിസ്. അതായത് ഡാനിയലിന്റെ സംശയം ശരിയായിരുന്നു. ഒരു ലിസ് ദേ ഇവിടെ മരിച്ചു കിടക്കുന്നു, ഇപ്പൊ ദേ മറ്റൊരു ലിസ് വന്നേക്കുന്നു. അപ്പൊ കാര്യങ്ങളൊക്കെ ഇവൻ വിചാരിച്ച പോലെ ആയിരുന്നു. ഈ മരിച്ചു കിടക്കുന്നത് ഒറിജിനൽ ലിസ് അല്ല, ഇപ്പൊ തിരിച്ചു വന്നതാണ് ഒറിജിനൽ ലിസ്. ആൻഡ് ഫൈനലി ഒരു ഡോഗ് വേൾഡ് കാണിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. അതായത് ഈ ഒരു ഭാഗം അവസാനിക്കുന്നത് നമ്മുടെ ലിസ് അവളുടെ സ്വപ്നത്തെ പറ്റി പറഞ്ഞില്ലേ, ആ ലോകത്ത് എല്ലാത്തിനും ഇൻചാർജ് ഡോഗുകളായിരുന്നു, മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡോഗുകളാണ് ചെയ്തിരുന്നതെന്ന്. യെസ്, അതുപോലെയുള്ളൊരു ലോകം. ഡോഗ്സ് വീടുകൾ യൂസ് ചെയ്യുന്നു, കട്ടിൽ യൂസ് ചെയ്യുന്നു, ഷവർ യൂസ് ചെയ്യുന്നു, ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിക്കുന്നു, വാഹനം ഓടിക്കുന്നു. അതായത് ഇന്റലിജന്റ് ബീയിങ് അല്ലെങ്കിൽ ഇന്റലിജന്റ് സ്പീഷീസ് അവിടെ ഡോഗുകളാണ്. മനുഷ്യർ ഡോഗുകളെ പോലെ അലഞ്ഞു തിരിഞ്ഞ് റോഡിലൊക്കെ കിടന്നുറങ്ങി അങ്ങനെ ഒരു ടൈപ്പ്. മനുഷ്യൻ അവിടെ ആനിമലാണ്. ആക്ച്വലി ഹ്യൂമൻ ഈസ് ആൻ ആനിമൽ, പക്ഷേ ഇന്റലിജന്റ് അല്ലാത്ത ആനിമലായിട്ട് മാറി മനുഷ്യൻ. മാറി എന്നല്ല, ആ ലോകം അങ്ങനെയാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് എന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ എന്നാൽ പറ്റുമ്പോൾ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതിൻ്റെ ഡയറക്ടർ പോലും പല കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. പലയിടങ്ങളിലും കറങ്ങി നടക്കുന്ന ഫാൻ തിയറീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് റെഡിറ്റ് അറിയാലോ, അതിൽ ഇന്നേ വരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഐഡിയാസ് ഒക്കെ ആയിരിക്കും പലവന്മാർ ഷെയർ ചെയ്യുന്നത്. ഈവൻ ഇതിൻ്റെ ഡയറക്ടർ പോലും ചിന്തിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും എന്നാൽ സ്റ്റോറിയുമായിട്ട് നന്നായിട്ട് സ്യൂട്ട് ആവുന്ന പല കാര്യങ്ങളും അങ്ങനെ ഷെയർ ചെയ്ത് വന്നിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം കണ്ട കഥ പോലെ റെയ്മണ്ടിൻ്റെയും റോബർട്ടിൻ്റെയും ഒക്കെ കഥ പോലെ അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയിലല്ല ഈ കഥ പോകുന്നത്. ഇവിടെ ഇപ്പോൾ 2 ലിസ്റ്റ് ഉണ്ടോ അതോ ഒരു ലിസ്റ്റ് മാത്രമേ ഉള്ളൂ, ഇതെല്ലാം ഒരു തോന്നലായിരുന്നു എന്നൊക്കെയുള്ള ഒരു വലിയ ചോദ്യം നിൽക്കുന്നുണ്ട്. ഈ സ്റ്റോറിയിൽ ആർക്കാണ് പ്രശ്നമെന്ന് തന്നെ നമുക്ക് തീരുമാനിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. ഒരാൾ മറ്റൊരാളോട് ആവശ്യപ്പെടുവാണ് നിന്റെ ഫിംഗർ എനിക്ക് കട്ട് ചെയ്ത് ഉണ്ടാക്കി തരൂ എന്ന് പറയുമ്പോൾ അയാൾ അതുപോലെ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവശ്യപ്പെടുന്ന വ്യക്തിക്കും കുഴപ്പമുണ്ട്, ഫിംഗർ കട്ട് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കുന്ന വ്യക്തിക്കും കുഴപ്പമുണ്ട്. ലിസിനും പ്രശ്നമുണ്ട്, ഡാനിയലിനും പ്രശ്നമുണ്ട്. ഡാനിയലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം തൻ്റെ മുന്നിലുള്ളത് ഒറിജിനൽ ലിസ് അല്ല. ഈ ലിസിനെ ഒഴിവാക്കിയെങ്കിൽ മാത്രമേ തൻ്റെ ഒറിജിനൽ ലിസ് തിരിച്ചു വരൂ എന്നുള്ളൊരു തോന്നൽ. ലിസിനാണെങ്കിൽ തൻ്റെ ഭർത്താവ് തന്നിൽ നിന്ന് അകലുന്നു എന്നുള്ളൊരു ഫീലിംഗ്. പഴയ പോലെ അയാൾ അവരുടെ ഫാൻറ്റസിക്ക് അനുസരിച്ചുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ മടിക്കുന്നു. പഴയ പോലെ താൻ അവനെ ഹാപ്പി ആക്കി വെക്കുന്നില്ലേ, താൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടോ, താൻ അവന് വേണ്ടി എന്തെങ്കിലും കൂടുതലായിട്ട് ചെയ്തു കൊടുക്കേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള തോന്നലുകൾ. ആക്ച്വലി ഡാനിയൽ ക്രൂവൽ തന്നെയാണ്. തൻ്റെ ഭാര്യയോട് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്ന ആ ഒരു മൈൻഡ് സെറ്റ് തന്നെ പ്രശ്നമാണ്. പിന്നെ ഇതൊരു ഡാർക്ക് ഫെയറി ടെയിൽ പോലെ ചിന്തിച്ചാൽ അവസാനം രണ്ടാമതൊരു ലിസ് വരുന്ന ഒരു പ്രശ്നമായിട്ട് തോന്നുകയില്ല. രണ്ടാമത് അവിടെ വരുന്ന ലിസ് ഡാനിയലിൻ്റെ എക്സ്പെക്ടേഷൻസ് അനുസരിച്ചിട്ടുള്ള അവൻ ആഗ്രഹിച്ച പോലത്തെ അവൻ്റെ ഭാര്യയാണെന്ന് നമുക്ക് കണ്ണും പൂട്ടി പറയാം. കാര്യം ഇവിടെ ഒരാൾ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ടും അല്ലെങ്കിൽ അതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ പുള്ളിക്കാരി ഇവനെ കെട്ടിപ്പിടിച്ച് അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്. ആദ്യ കഥയിൽ റോബർട്ടിന് സംഭവിച്ച പോലെ റെയ്മണ്ട് പറയുന്ന കാര്യങ്ങൾ ആദ്യം ചെയ്യാതിരുന്നു. ദെൻ അവന് ഫ്രീ ആയിട്ടൊരു ലൈഫ് കിട്ടി, അവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാനൊരു അവസരം അവന് കിട്ടി. പക്ഷെ അവനെ കൊണ്ട് ആ ജീവിതം മുന്നോട്ട് നയിക്കാനായില്ല. ഒടുക്കം റെയ്മണ്ട് ആഗ്രഹിച്ച കാര്യം ചെയ്ത് തീർത്ത് റെയ്മണ്ടിന്റെ അടുത്ത് തിരിച്ചു ചെന്ന് ആ ഒരു ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വന്നു. ഇവിടെയും ഡാനിയൽ ആഗ്രഹിക്കുന്ന പോലെ ഒരു വൈഫ് ആവാൻ ലിസിനെ കൊണ്ട് സാധിക്കുന്നില്ല. തുടർന്ന് ഡാനിയലിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കാൻ അവളെ കൊണ്ട് പറ്റും വിധം മാറാൻ അവൾ ശ്രമിച്ചു. എങ്കിലും കഥയുടെ അവസാനത്തേക്ക് എത്തുമ്പോൾ ഡാനിയൽ ആഗ്രഹിച്ച പോലെ ഒരു വൈഫ് ആവാൻ ലിസിന് സാധിക്കുന്നുണ്ട്. പുതിയ ലിസായി അവൾ തിരിച്ചു വരുന്നുണ്ട്. ഈ 2 സ്റ്റോറിയിലും പറഞ്ഞു വെക്കുന്നത് ഏതാണ്ട് ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ആ സ്റ്റോറി കൈകാര്യം ചെയ്തിരിക്കുന്ന വിധം കൊണ്ട് തന്നെ 2 തരത്തിലുള്ള സ്റ്റോറി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു മാത്രം. പിന്നെ ലിസിന്റെ ഷൂസിന്റെ കേസിൽ അവിടെ എന്താ സംഭവിച്ചതെന്ന് ആക്ച്വലി എനിക്കും വലിയ വ്യക്തതയില്ല. ഒരുപക്ഷെ അവൾ കണ്ട ആ ഒരു സ്വപ്നവുമായിട്ട് റിലേറ്റ് ആയി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചായിരിക്കാം. ആ ഒരു ഐലൻഡിൽ പെട്ടുകിടന്ന സമയത്ത് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അവളുടെ ശരീരത്തും പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. അതും അല്ലെങ്കിൽ ആ സമയത്ത് അവൾ ധരിക്കാൻ ശ്രമിച്ചത് അവളുടെ പഴയ ഷൂസോ അല്ലെങ്കിൽ നിലവിൽ അവൾക്ക് ആപ്റ്റായിട്ടുള്ള സൈസിന് താഴെയുള്ള സൈസ് വല്ലതും ആയിരിക്കാം. ഒറിജിനൽ സൈസ് ഒരുപക്ഷെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും നമുക്ക് അനുമാനിക്കാം. അതല്ലാതെ ഈ കഥയിൽ നിന്ന് ഷൂ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും കൂടുതൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ദെൻ ലിസ് പറഞ്ഞ ആ ഒരു ഡ്രീം, ഡോഗ്സ് ഇൻചാർജ് ആയിട്ടുള്ള ആ ഒരു ലോകത്തെ പറ്റി പറഞ്ഞ ഡ്രീമിലൂടെ ഇവൾക്ക് എങ്ങനെയാണ് ചോക്ലേറ്റ് ഇഷ്ടപ്പെട്ടതെന്ന് അവൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ആ സമയത്ത് അവിടെ കഴിക്കാൻ അവൾക്ക് കിട്ടിയത് ചോക്ലേറ്റ് ആയിരുന്നിരിക്കാം. അതുകൊണ്ട് അവൾക്കത് കഴിക്കേണ്ടി വന്നു, വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. പിന്നെ പറയുന്നുണ്ടല്ലോ, ഫുഡുള്ള സമയത്ത് അത് കഴിക്കാൻ നിരാകരിക്കരുത്, ഫുഡ് ഇല്ലാതാവുമ്പോൾ മാത്രമേ അതിൻ്റെ വില അറിയുന്നു. ആൻഡ് സംഭവിച്ച കാര്യങ്ങൾ മൊത്തത്തിലൊന്ന് പറയുവാണെങ്കിൽ തൻ്റെ വൈഫിനെ മിസ്സായ അന്ന് മുതൽ ഡാനിയൽ ഒരു വല്ലാത്ത അവസ്ഥയിലാണെന്ന് നമുക്ക് കാണാം. ഡാനിയൽ ഒത്തിരി വിഷമത്തിലായിരുന്നു. ചില കാര്യങ്ങളിലൊക്കെ അവൻ ചില കടുപിടുത്തങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. തുടക്കത്തിൽ അവർ 3 പേരും ആ വീഡിയോ ഒരുമിച്ച് കാണണമെന്നൊക്കെ പറഞ്ഞത് ആ ഒരു സമയത്തെ അവൻ്റെ പ്രതീക്ഷകൾ എന്തെങ്കിലും തൻ്റെ വൈഫ് ജീവനോടെ തിരിച്ചു വരും, പഴയ പോലെ തന്നെ ആയിരിക്കും കാര്യങ്ങളൊക്കെ, എക്സാക്ട്ലി എല്ലാം പഴയ പോലെ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരുന്നെങ്കിലും തിരിച്ചു വന്ന ലിസിൽ എന്തൊക്കെയോ ചെറിയ മാറ്റങ്ങൾ അവൻ അനുഭവപ്പെട്ടു. ഇത്രയും നാൾ ആ ഒരു അവസ്ഥയിൽ അവൻ ലിസിനെ കണ്ടിട്ടില്ല. ഒരുപക്ഷെ അവിടെ നിന്നായിരിക്കാം ഡാനിയലിന്റെ സകല പ്രശ്നങ്ങൾക്കും തുടക്കം. അവൻ്റെ അടുത്ത് ഇവളുടെ ഒരു എക്സ്ട്രാ ലോക്കറ്റ് ഉണ്ടെന്ന് വിചാരിച്ചത്. പിന്നെ അങ്ങോട്ട് ലിസ് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നോട്ടീസ് ചെയ്ത് എൻ്റെ ലിസ് ഇങ്ങനെയൊന്നുമല്ല, എൻ്റെ ലിസ് ഇങ്ങനെ അല്ലായിരുന്നു എന്നുള്ള തോന്നൽ കാരണം ഓരോന്ന് കാണിച്ചു കൂട്ടിയതും അവസാനം ലിസിന്റെ മരണത്തിലേക്ക് ലീഡ് ചെയ്തതും ആൻഡ് പുതിയൊരു ലിസ് വരുന്നതായിട്ട് ഇവൻ സങ്കല്പിച്ചതും ഒക്കെ ഇതുകൊണ്ടായിരിക്കാം. ക്ലിയർ അല്ലേ? അത്രേ ഉള്ളൂ കഥ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തറിയിക്കുക. എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യാനുണ്ടെങ്കിലും കമന്റ് ചെയ്തറിയിക്കുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ ദ വേ, കഥ ഇനിയും തീർന്നിട്ടില്ല. ഇനിയും ഒരു കഥ കൂടിയുണ്ട്. അത് തീർത്തും വല്ലാത്തൊരു കഥയാണ്, ശരിക്കും വല്ലാത്തൊരു കഥയാണ്. ആ സ്റ്റോറി കാണാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ വീഡിയോയുടെ എൻഡ് ക്രെഡിറ്റ്സ് ആയിട്ടും കമന്റ്സിലും ഒക്കെ ആയിട്ട് ലിങ്ക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള കൂടുതൽ കഥകൾ കേൾക്കാം.